ഇനി നമുക്ക് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അപ്പൊ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ പാല് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പാല് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കാം. പാല് നന്നായിട്ട് തണുത്തിട്ട് പാല് ചെറുതായിട്ട് കട്ട പോലെ വരണം. പിന്നെ വേണ്ടത് പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഞാലിപ്പൂവനാണ് എടുത്തേക്കുന്നത്. അത് ഞാലിപ്പൂവൻ ഉണ്ടെങ്കിൽ ഞാലിപ്പൂവൻ എടുക്കുക, അല്ലെങ്കിൽ പൂമ്പഴം ആയിരുന്നാലും മതി. പൂമ്പഴത്തിനേക്കാളും എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഞാലിപ്പൂവനായിരിക്കും. പിന്നെ വേണ്ടത് ഹോർലിക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് വേണം, പഞ്ചസാര വേണം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമും വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ എടുക്കുക, അല്ലെങ്കിൽ ബോൺവിറ്റ ആയിരുന്നാലും മതി. അപ്പൊ നമുക്ക് നോക്കാം ഇതിന് ഷാർജ ഷേക്ക് ആക്കാന്ന്. ഇത് ഷാർജ ഷേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി എടുക്കുക. ഈ മിക്സിയിലേക്ക് നമുക്ക് പാല് ചേർക്കാം. ഇതിലേക്ക് പഴം ചേർക്കുക. ഞാൻ ഇതിലേക്ക് 3 പഴമാണ് ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കാഷ്നട്ട് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഈ ഹോർലിക്സിനും പഴത്തിനൊക്കെയും അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇത് ഗാർണിഷ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം വയ്ക്കാം. കുറച്ച് ചോക്ലേറ്റ് പൗഡർ ഇടുക. അപ്പോൾ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല തണുപ്പോടുകൂടി കഴിക്കുക. ഇതിലേക്ക് നമ്മൾ ആ പാല് ചേർക്കുമ്പോഴും പാല് നല്ല തണുത്ത പാലായിരിക്കണം.